ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പൊന്നാനിയിലാട്ടോ. അതും നമ്മുടെ KSRTC സ്റ്റാൻഡിൽ നമ്മുടെ ആനവണ്ടിയിൽ മൂന്നാറിലേക്ക് ട്രിപ്പ് പോയാലോ. ഇപ്പോൾ ഞങ്ങൾ മൂന്നാറിലേക്ക് പോണ ഭാഗത്ത് ഫസ്റ്റ് നിർത്തിയ സ്ഥലമാട്ടോ. ടിക്കറ്റ് എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് കയറണം. കുറച്ച് പക്ഷികൾ ഇതിനൊക്കെ കാണാം. അടിപൊളി സ്ഥലം കേട്ടോ. മൂന്നാറിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റിയൊരു ഏരിയയാണ്. ഇവിടെയാണ് പണ്ട് ആ ബോട്ട് ദുരന്തം ഉണ്ടായിരുന്നത്. ഈ ഏരിയയിലാണെന്ന് പറഞ്ഞു കേട്ടു. 2 ദിവസത്തെ യാത്രയാണ്. ഒരാൾക്ക് 1810 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഇവിടെയൊക്കെ കണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ ബസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ KSRTCയിൽ ഓഫ് റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം ആനകളുടെ ഏരിയ കേട്ടോ. ഒന്നിനും കണ്ടില്ല. ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാമനക്കണ്ട റോഡല്ലേ, ചെറിയ റോഡാട്ടോ. ഓഫ് റോഡ് പോലെയാണ്. റോഡൊന്നും ഇല്ലല്ലേ, ഓഫ് റോഡാണ്. KSRTC ഇങ്ങനെ പോകാൻ തന്നെ ഉള്ളൂ. ഒരു ചെറിയ വഴിയാ, 2 വണ്ടിക്ക് വന്നാലും പോകാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൃഗങ്ങളെ കാണാം കേട്ടോ. മാമലക്കണ്ടം, അടിമാലി, മൂന്നാറ് ആ റൂട്ടാണ് ഈ റൂട്ട് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. കണ്ടുകൊണ്ട് തന്നെ പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ബുർഹാന എങ്ങനെയുണ്ട്? ബുർഹാനൊക്കെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടേ, മൊത്തത്തിൽ കാണാണ്ട്. ഈ റൂട്ടിലൂടെ ഒരിക്കലെങ്കിലും പോകേണ്ടതാണ്. പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. അതിന് സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയ നല്ല അടിപൊളി 2 ഡ്രൈവർമാരും KSRTCയിലുണ്ടായിരുന്നു. റെഡിക്കൊരു ജീപ്പ് പോകേണ്ട വഴിയുള്ളൂ കേട്ടോ. 2 വണ്ടി വന്നാൽ തിരിക്കാനോ സൈഡ് കൊടുക്കാനൊന്നും പറ്റൂല. അങ്ങനത്തെ ഒരു ഏരിയയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആനക്കറങ്ങുന്ന ഏരിയയാണ്. ആനൊന്നും കാണാനും പറ്റിയില്ല. പക്ഷെ ഭയങ്കര റോഡാണോ. ഓഫ് റോഡ് KSRTC പോകുന്ന 2 വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാനുള്ള സ്ഥലമില്ല കേട്ടോ. ഒരു ഓട്ടോറിക്ഷ ഒന്ന് കുടുങ്ങിക്കാം. ഇതാണ് നമ്മളെ വണ്ടി. ഇവിടെ ഇറക്കി പോയില്ലേ? വെള്ളം കുറവാണ്, കുറച്ച് ഈച്ച വെള്ളമുണ്ട്. സംഗതി യാത്ര അടിപൊളിയാട്ടോ. ഡ്രൈവറിന് വേണ്ടോ ഈ റോഡൊക്കെ ഓടിക്കണമെങ്കിൽ. KSRTC ഡ്രൈവർമാരൊക്കെ അടിപൊളി ആൾക്കാരാട്ടോ. നല്ല സ്വഭാവം, ആൾക്കാരോട് പെരുമാറാൻ പറ്റിയ ആൾക്കാരാട്ടോ. എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. അതന്നെ വലിയൊരിതാട്ടോ. ഇങ്ങനത്തെ ആൾക്കാരാണ് ഈ പണിക്ക് പറ്റുള്ളൂ കേട്ടോ. ഒരു ഗൈഡായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ ഏരിയയിൽ. അങ്ങനെ എല്ലാം കണ്ടുകൊണ്ട് പുറത്ത് കണ്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ റോഡാണ്, ഭയങ്കര എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. ഒരു വട്ടമെങ്കിലും ജീവിതത്തിൽ പോകേണ്ട ഒരു ഏരിയ ആണ്. ഭയങ്കര കയറ്റാണ്. ഇവിടെ വേറെ KSRTC വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ട്രിപ്പുണ്ട് കേട്ടോ ഈ റൂട്ടിന്. എല്ലാ ഡിപ്പോന്നുണ്ട്. മലപ്പുറം ജില്ല, പാലക്കാട് ജില്ല എല്ലാ ഡിപ്പോന്നും വണ്ടിയോട് വരുന്നുണ്ട് ഡെയിലി. ഇപ്പോൾ KSRTC ബസ് ഇവിടെ നിർത്തിക്കാട്ടോ. ഒരു കാട്ടിൻ്റെ ഉള്ളിലാണ്. ഫുള്ള് പാറലുള്ള ഏരിയയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം.
ഇത് 2 KSRTC ഇവിടെ നിൽക്കുന്നുണ്ട്. മൊത്തത്തിൽ ഫുള്ള് പാറ കേട്ടോ. മലയുടെ മുകളിൽ നിന്ന് വെള്ളം വരുന്നതാണ്. ഫുള്ള് മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് സ്ഥലം? ഇഷ്ടപ്പെട്ടാ? കുട്ടികളൊക്കെ ഇവിടുന്ന് കളിക്കാൻ തുടങ്ങിയിട്ടോ വെള്ളം കണ്ടപ്പോഴേ. 2 ദിവസത്തെ ട്രിപ്പാട്ടോ. ഏകദേശം എത്ര ഉറുപ്പ്യ വരുന്നുണ്ടെന്ന് ഒക്കെ ഞാൻ പറഞ്ഞുതരാം വീഡിയോയിൽ അവസാനമായിട്ട്. എന്തായാലും അടിപൊളി പാക്കേജ് ആട്ടോ. KSRTC ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ നിൽക്കാം കേട്ടോ. ഇത് നമ്മളെ KSRTC ഡ്രൈവറാണ്. എല്ലാവരും ഉണ്ട്. പല നാട്ടുകാരാണ്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ വന്ന് കാണാൻ പറ്റിയ ഒരു സ്പോട്ടാട്ടോ. ഫുഡിനാട് നിർത്തലേ അടിമാലിയിൽ നിന്നാണ് ഫുഡ് കഴിക്കാൻ കേട്ടോ. അല്ലേ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശക്കണമൊന്നുമില്ല, ചാടിച്ച് ജയിച്ചിട്ടൊന്നുമില്ല. കേൾക്കാൻ നോക്കണം, അടിപൊളി കേൾക്കാം. KSRTC ഇങ്ങനെ കാരണം ഓഫ് റോഡേ എന്തായാലും ഭംഗിയില്ല. നമ്മളെ ഷൗക്കത്ത് ഭായി ആണിത്. ഈ ടൈമിൽ ഡ്രൈവ് ചെയ്യാനുണ്ടോ? ഫ്രണ്ടിൽ കിട്ടുകയാണെങ്കിൽ ഏറ്റവും അടിപൊളിയാട്ടോ. കാണാൻ അടിപൊളിയായി. കാരണം പ്രത്യേക വൈബാണ് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോഴേ. ഈ സ്ഥലം കണ്ടുക്കണോ? ഒരുപാട് റീൽസിലുള്ള സ്ഥലം കേട്ടോ. ഈ സ്കൂളും ഇതിൻ്റെ അടുത്തുള്ള വെള്ളച്ചാട്ടം കേട്ടോ. ഇപ്പോൾ വെള്ളമില്ല, മഴക്കാലം ഇല്ലാത്തതുകൊണ്ട് വെള്ളമില്ല. നല്ല വേനൽക്കാലമല്ലേ. ഇതെവിടെയാണ് വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നത്? മാമലക്കണ്ടം ഹൈസ്കൂളാണ് കേട്ടോ. എറണാകുളം ജില്ലയിലാണ്. ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നാമത് റീൽസിൽ ഏതാണ്ട് ഫേമസ് ആയ പ്ലേ സ്കൂളേ. സ്കൂളിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ പ്രവേശനമില്ല. അടിപൊളി സ്ഥലം കേട്ടോ. ഓഫ് റോഡ് പോണ ജീപ്പുകളാട്ടോ ഇതൊക്കെ ആയി നിൽക്കുന്നത്. അടിപൊളി വെള്ളച്ചാട്ടം കേട്ടോ. പോണ വഴിയിൽ കണ്ടാണ്. നല്ല ഭംഗിയുണ്ട്. അടിമാലി അടുത്താട്ടോ വെള്ളച്ചാട്ടം. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ കാണാൻ. ഇത് നമ്മളെ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. നേരെ ഉച്ചയായി, വിശപ്പൊക്കെ തുടങ്ങിക്കണു. അപ്പോൾ ഇന്ന് KSRTCയുടെ ഫുഡാണ് ഉച്ചക്ക് കേട്ടോ. അത് കഴിക്കാൻ പോവുകയാണ്. കുറച്ച് കച്ചവടക്കാരാട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഉപ്പിലിട്ട ഐറ്റംസ് അതൊക്കെ. മാംഗോ, പൈനാപ്പിൾ. അങ്ങനെ ഞങ്ങൾ ഉച്ചക്ക് ഈ ഹോട്ടലിൽ നിർത്തിക്കണം കേട്ടോ. ഉച്ച ഫുഡ് ഈ പാക്കേജ് പെട്ടാണ്. നല്ല മീൻകറിയും ചോറുണ്ടായി. അത് കഴിച്ചു. ഇനി അടുത്ത യാത്ര തുടരാണ്. എല്ലാവരും അല്ല ഉച്ചക്കൊക്കെ ഫുഡ് കഴിച്ചിട്ടൊന്നും ഉറങ്ങിക്കുന്നു ചില ആൾക്കാരൊക്കെ. ഫുള്ള് തേയിലത്തോട്ടങ്ങളാട്ടോ ഈ ഭാഗങ്ങളിൽ. അടിപൊളി സ്ഥലമാട്ടോ. കാണാൻ അടിപൊളിയാണ്. നല്ല ഭംഗി. അത് ബസ്സിന് ഫ്രണ്ടിൽ വരുന്നത് ഇങ്ങനെ പോകുമ്പോഴേ അതൊരു പ്രത്യേക വൈബാട്ടോ. അടിപൊളി പറഞ്ഞാൽ അടിപൊളി. 2 സൈഡിലും തേയിലത്തോട്ടങ്ങളാണ്.
ഓടിച്ചുകൊണ്ടാണ് ആൾക്കാർ. എസ്റ്റേറ്റ് പണിക്കാരാണ്. തേയില ഒരു സൈഡിൽ പറിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുടെ തൂക്കി കൊടുക്കുന്നുണ്ട്. ഇത് ആനക്കുളം ടൗണാണ്. ആനനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അവരൊക്കെ. ആന വെള്ളം കുടിക്കും പറഞ്ഞിട്ടേ ഇവിടെ വന്നിട്ടേ ഒന്ന് പോയേക്കാം നമുക്ക്. ഇതൊക്കെ ആൾക്കാർ ആനപ്പോൾ വരിച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പക്ഷെ ആന അവിടെ വരുന്നത്, ആന വരില്ല. ആന എല്ലാവരും പറ്റിച്ചെന്ന് തോന്നണം അല്ലേ. ഇത്രയും ആൾക്കാർ ആന വെള്ളം കുടിക്കാൻ വരും പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ഒരു ആനയില്ല. ആന വരും, ഒരു 6 മണിക്ക് ശേഷമൊക്കെ ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞത്. ഇവിടെ വന്നിട്ട് അത്ര ആന വെള്ളം കുടിക്കുക. അതുകൊണ്ട് ഇവിടെ ആനക്കുളം എന്നുള്ള പേരായിരുന്നു. എന്താ ആന ഉണ്ടോ? എന്താ ആന വന്നില്ല? പക്ഷെ എന്താ ചെയ്യാ, ആന വരുന്നില്ല അല്ലേ. ഞങ്ങൾക്ക് പോയാലെന്നാ? ആന കാട്ടിനകത്താത്ര, കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളൂ. കണ്ടമാനം ആൾക്കാർ കോട നല്ല കോട. ഇത് പിന്നെ ഏതാണ് കയറി എസ്റ്റേറ്റ്? ലക്ഷ്മി എസ്റ്റേറ്റ് ആട്ടോ. ഈ വഴി നമ്മൾ മൂന്നാർക്ക് പോകണം കേട്ടോ. എല്ലാവരും ബസ്സിൻ്റെ അടുത്ത് വരട്ടോ, ഒരു ഫോട്ടോ എടുക്കാനാണ്. ഇതാണ് നമ്മളെ ഡ്രൈവർ, ഇവരാണ് നമ്മളെ കൂടെ നിൽക്കണത്. അടുത്ത ആള്. യാത്രക്ക് അടിപൊളിയായിരുന്നു. ഭയങ്കര തണുപ്പായിട്ട് ഈ ടൈമിലൂടെ കോട വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അത് വന്നുകൊണ്ടിരിക്കുന്നു. ആ പറഞ്ഞോളേ. അടിപൊളി സ്ഥലം കേട്ടോ. ഒരു ഓഫ് റോഡ് ആണ് ജീപ്പാട്ടോ. വണ്ടിയിലിരിക്കുമ്പോൾ ഇങ്ങനെ പേടി പോകണട്ടോ. ഇതൊന്ന് ബാക്ക് തിരിച്ചിട്ടൊക്കെ ഇറങ്ങിയിട്ടൊക്കെ പോകണട്ടോ. ആ ബാക്ക് പറഞ്ഞ ഓക്കെ പറഞ്ഞുതരാം. നോക്കിയതാ ഒന്ന് ബാക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കയറണം. നല്ല വലിയ ചൂരാട്ടോ. ഉണ്ട് സൂപ്പർ അടിപൊളി സ്ഥലമാട്ടോ. ഒരു വണ്ടിക്കുള്ള വീതിയുള്ള കേട്ടോ റോഡ്. KSRTC കറക്റ്റാണ്. വേറെ വണ്ടി വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫുള്ള് കോട ഇറങ്ങാണ്.
ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക് പോകുക കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ടിക്കറ്റൊക്കെ കൂടെ എടുത്തിട്ടുണ്ട്. നല്ല തിരക്കാട്ടോ. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗാർഡൻ്റെ ഉള്ളിലൂടെ. ഒരുപാട് ലൈറ്റുകളും നല്ല തിരക്കാണ്. മൊത്തത്തിൽ നല്ല തിരക്കാണ്. പലതരം ചെടികളല്ലേ? ഏതൊക്കെയാണ്? നല്ല ഫ്ലവറുകളുണ്ടല്ലേ? ഒരുപാട് ഐറ്റംസ്. അങ്ങനെയുണ്ട്. രാത്രി ഇതൊക്കെയാണ് ഫ്ലവർ. അടിപൊളി ഫ്ലവറുകളാണ്. ഒരുപാട് നടക്കാൻ കിട്ടല്ലേ? പക്ഷെ ക്ഷീണിക്കൂല. ഭയങ്കര തണുപ്പാണ്. ഇതൊക്കെ കാണാൻ അടിപൊളിയല്ലേ? രാത്രി പ്രത്യേക വൈബാണ് ഇവിടെ കാണാം അല്ലേ? സൂപ്പറാണ്. ഈ ലൈറ്റുകളും എന്താണ്? ഹായ് മോളൂസ്, എന്തായിരുന്നു സോല? ഗാർഡൻ്റെ ഉള്ളിൽ സൂപ്പറായിട്ട് ഇങ്ങനെ നടക്കാൻ കുറേ ഉണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നല്ലൊരു ആന ഉണ്ടല്ലോ. ആനയുടെ മുമ്പിൽ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. മൂന്നാറിൻ്റെ ഇതെന്താണ്? മലയണ്ണാനല്ലേ? ഓക്കെ. ജിറാഫ് ഇതാ. ഇവിടെ കുറേ ഫ്ലവറുകളുണ്ട് കേട്ടോ. പൂച്ചട്ടിയിൽ അപ്പോൾ ഇതിലേക്കൂടെ അങ്ങനെ നടക്കുക. ഒരുപാട് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഗാർഡന് പകല വന്നിരുന്നു കേട്ടോ. അതിനേക്കാട്ടും വൈബ് രാത്രി വരെ കേട്ടോ. അല്ലേ രാത്രി ഒരുപാട് ലൈറ്റൊക്കെ ആയിട്ട് ഒരു പ്രത്യേകതയാണ്. എങ്ങനെയുണ്ട്? ഇതൊക്കെ ഭയങ്കര രസമായിട്ടല്ലേ? ഇതിൽ കൂടെ അങ്ങനെ നടക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണ്. ഈ സൂപ്പറാട്ടോ. അതുകൊണ്ട് വിൻഷാദ് ഇഷ്ടപ്പെട്ടില്ലേ? എങ്ങനെയുണ്ട് ഇവിടെ ഈ ഭാഗം? ഐ ലവ് യു മൂന്നാറിന് എഴുതിയിട്ടുണ്ടല്ലേ? ചെണ്ടുമല്ലിയുടെ വെറൈറ്റി ഐറ്റംസ് ആട്ടോ. നല്ല ഭംഗിയാട്ടോ കാണാൻ തന്നെ. ഫോട്ടോ എടുക്കുന്ന ഫ്രെയിം കേട്ടോ. ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നത്. ഭയങ്കര തിരക്കാണ്. നടക്കാൻ വയ്യ, അത്രയ്ക്ക് തിരക്കാണ്. ഈ ഭാഗം ഒന്ന് കാണല്ലേ? അടിപൊളിയാണ്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടാലോ? വെറൈറ്റി ആണല്ലേ? ഒരുപാട് ഫ്ലവറുണ്ട്. ഒരുപാട് വെറൈറ്റി റോസുകളുള്ളൊരു ഏരിയ കേട്ടോ. എങ്ങനെയുണ്ട്?
എന്തൊരു താമര ഉണ്ടാക്കിയിട്ടില്ലാണല്ലേ. ഒരു ആന ഉണ്ട് അവിടെ, അതിന് പോയോക്കിയാലോ? ഒരു ആന ഒറിജിനൽ ആനയാണ്, ഒറിജിനൽ അല്ലല്ലേ? എന്തായാലും അടിപൊളി കേട്ടോ. எடுக்கிறா யாரா எடுக்கிறா? ஏய் எடுப்பா அவங்களோட ഫോട്ടോ എടുക്കേണ്ട തിരക്കാണല്ലേ. സ്റ്റാറിൻ്റെ അവിടെ ഭയങ്കര തിരക്കാണ്, ആൾക്കാർ ക്യൂ നിന്നിട്ട് ഫോട്ടോ എടുക്കണം അല്ലേ. ഗ്ലാസ് ഫ്ലവർ അല്ലേ, ഫുള്ള് റോസാണല്ലോ അധികം. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയാക്കാലോ. അടിപൊളിയാണ്. ഇത് റോസാണല്ലേ, ഫുൾ റോസ് പോലെ. ഇതിൻ്റെ പുറഭാഗമാണ് കേട്ടോ. ഇപ്പോൾ മൂന്നാർ ടൗണിലേക്കൂടെ പോവാണ്. രണ്ടാം ദിവസത്തെ യാത്ര രാവിലെ 5:30 സ്റ്റാർട്ട് ചെയ്തിട്ടോ. അപ്പം ഇനി ചായ കുടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അങ്ങനെ രണ്ടാം ദിവസം മൂന്നാറിൻ്റെ ടൗണിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ടീ അടിക്കാച്ചിട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഒരു കാലിച്ചായ ആദ്യം അടിക്കാന്നുള്ള ലെവലിലാണ്. ഇത് മാട്ടുപ്പെട്ടി ഡാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വൈറ്റ് കുതിര ഉറങ്ങാൻ നിന്നിട്ട് ഉറങ്ങാൻ തോന്നുന്നു. ഇത് ആ കാണില്ലേ, അതാണ് കമ്പം തേനി പറഞ്ഞ സ്ഥലം കേട്ടോ, തമിഴ്നാടിൻ്റെ. ഇവിടുന്ന് ഈ സൈഡ് കേരള, ആ സൈഡ് തമിഴ്നാട്.
ഇപ്പോൾ ടോപ്പ് സ്റ്റേഷൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ തമിഴ്നാടിൻ്റെ കമ്പൻ തേനി ഭാഗമാണ് കാണുന്നത്. മൂന്ന് കട്ടിയത് ചോള 3 കട്ടിങ് ആക്കിയിട്ട് മൊത്തം സ്പെഷ്യലാട്ടോ. ചോളോന് സ്വീറ്റ് ഇതെല്ലാം സാധനം. എന്താ സ്ട്രോബെറി എന്താ റേറ്റ്? 80 അല്ലേ? അത് 100 രൂപ. സ്ട്രോബെറി ഒക്കെ ഉണ്ടോ കേട്ടെ? അതുകൊണ്ട് കേട്ടോ. എല്ലാരും കൈയോടെ അടിപൊളിയാക്കണ പാട്ട് പാടിയത് ഷെയ്ഹ അടിപൊളി ഗായികയാണ്. ഇവരെ ഒരുപാട് പാട്ടിനെ നമുക്ക് കേൾക്കാൻ പോകുന്നുള്ളൂ. ഉഷാറായി പാടിക്കൊണ്ടോ? ഉഷാറായി പാടിയിട്ടുണ്ട്. നമ്മളൊക്കെ മരുമകളാണ്. എന്താ കരുതാനും എങ്ങോട്ട് അടിപൊളിയാ? ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങളോ മറ്റേതാ പൊന്നാനി? പൊന്നാനി ഇതായിരുന്നു കേട്ടോ. നിങ്ങളെവിടെ നിന്ന് നിൽക്കുക? തിരുവരുന്നല്ലേ? ഞങ്ങൾ ട്രിപ്പ് ഇഷ്ടപ്പെട്ടില്ലേ? എങ്ങനെ ട്രിപ്പ് ഇഷ്ടപ്പെട്ടേക്കാ? KSRTC അടിപൊളിയായിരുന്നല്ലേ? ഓക്കെ. നിങ്ങളെവിടെ നിന്നായിരുന്നു? കുമരല്ലൂര്. എൻ്റെ ട്രിപ്പൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? അടിപൊളിയായി. ചങ്ങരംകുളം. ഓക്കെ, ചങ്ങരംകുളം ടീമാണ്. നിങ്ങളെവിടെ നിന്ന്? പട്ടാമ്പിക്കാരാണല്ലേ? ഓക്കെ. നിങ്ങളെവിടെ നിന്ന്? കുമരല്ലൂര്. എങ്ങനെയുണ്ട് യാത്രയൊക്കെ? അടിപൊളിയല്ലേ? ഇനി വീണ്ടും വരാൻ തോന്നുന്നുണ്ടോ? ഇങ്ങനെ വരുമല്ലേ? ടാക്സിക്ക് വരാനായിട്ട് നല്ലതല്ലേ? അറിയായിട്ടാണ്.
ട്രിപ്പാണ്. നമ്മൾ വണ്ടി ഓടിച്ച് ടയർഡാവണ്ട. നമുക്ക് വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയില്ല. പിന്നെ വണ്ടിയിൽ നമ്മൾ ഫാമിലി എല്ലാ ഫാമിലികളും കാര്യം ഇങ്ങനെയാണ്. കയറി കഴിഞ്ഞ് വണ്ടിയിൽ കയറിയാൽ ഗേറ്റ് അടിച്ചിട്ട് പടി കാണുന്നുണ്ടെങ്കിൽ ഓല ഉറങ്ങിയിട്ടുണ്ടാവും. പിന്നെ മാത്രം ഇങ്ങനെ ഓടിച്ചു പോവാ. പിന്നെ എവിടെയും കാണുമ്പോൾ ഒരു ഉറക്കം കഴിഞ്ഞിട്ട് നീട്ടിട്ട് നോക്കാം. പല നാട്ടുകാര് ഒരു കുടുംബമായിട്ട് അടിപൊളിയായിട്ട് ഭയങ്കര രസമായില്ലേ? നിങ്ങളെവിടെ നിന്ന് വരുന്നത്? തവന്നൂര്. നിങ്ങൾ തവന്നൂര് പൊന്നാനി അല്ലേ? ഓക്കെ. നിങ്ങളെവിടെ നിന്ന് വരുന്നത്? പൊന്നാനി എന്നല്ലേ? എത്ര നിങ്ങൾ 4 പേരും അല്ലേ? മൊത്തത്തിൽ നിങ്ങളെവിടെ സ്ഥലം? എടപ്പാളം എന്നല്ലേ? ഓക്കെ. നിങ്ങളെവിടെ നിന്ന് വരുന്നത്? കുട്ടനാട് നിന്നാണല്ലേ? ഫാമിലി ആയിട്ടല്ലേ? 5 പേരുണ്ടല്ലേ? എങ്ങോട്ട് യാത്ര? അടിപൊളിയാ? സൂപ്പറല്ലേ? നിങ്ങൾ ഫസ്റ്റ് പേരാണ് ഇവർക്ക്? രണ്ടാമത്തെ പേരാ? ബസ്സിൽ തന്നെ അല്ല? അതിന് തന്നെ ബസ്സിൽ തന്നെ അല്ലേ? അല്ലേ? അടിപൊളിയല്ലേ? നിങ്ങളെവിടുന്നാ? ആനക്കര എന്നല്ലേ? നിങ്ങളുടെ യാത്രയൊക്കെ അടിപൊളിയായോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ അങ്ങനെ ചേച്ചി എന്തെങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഓക്കെ. നിങ്ങൾ എവിടുന്ന സ്ഥലം? കുട്ടനാടുന്നല്ലേ? എൻ്റെ യാത്രയൊക്കെ അടിപൊളിയാണ്? സൂപ്പറാണ്. 2ാം തവണ അല്ലേ? KSRTCയിലല്ലേ? ഓക്കെ. നിങ്ങളെവിടെ സ്ഥലം? പൊന്നാനി അല്ലേ? എൻ്റെ ഫാമിലി ആയിട്ട് എൻ്റെ യാത്രയൊക്കെ കാര്യങ്ങളൊക്കെ അല്ലേ? സൂപ്പറാണല്ലേ? നിങ്ങൾ ഫസ്റ്റ് വരെയാണോ? ഫസ്റ്റാണ്. എന്താ വർക്ക് എവിടെ വർക്ക് ചെയ്യണം? പുറത്താണല്ലേ? ഇപ്പോൾ വന്നപ്പോൾ വെക്കേഷനായിട്ട് ഫാമിലി ആയിട്ടല്ലേ? ഓക്കെ. നിങ്ങളെവിടെ നിന്ന് വരുന്നത്? പൊന്നാനി എന്നല്ലേ? ഫസ്റ്റ് ടൈമാണോ? എങ്ങനെയുണ്ട് യാത്രയൊക്കെ? അടിപൊളിയായോ? സൂപ്പറായല്ലേ? നിങ്ങൾ ഫാമിലി ആയിട്ടല്ലേ? അതല്ലേ? ഓക്കെ. ബാക്കി 2 ആളുണ്ടല്ലേ? ഇത് നമ്മളെ ഫാമിലി ആട്ടോ. നമ്മളെ വൈഫ് 3 കുട്ടികൾ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ എക്കോ പോയിന്റിൽ എത്തിട്ടോ. എക്കോ പോയിന്റിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാരോടെ ഒന്ന് പൂക്കണൊക്കെ ഉണ്ട്. ആനയും ചെറിയൊരു ആനക്കുട്ടി ഉണ്ടല്ലേ? നല്ല ബ്ലോക്കായല്ലേ മൊത്തത്തിൽ? മാട്ടുപ്പെട്ടി ഡാം അല്ലേ? അങ്ങനെ ഉച്ചയായി. ഇവിടുന്ന് ഒരു ടീ ഒക്കെ കുടിച്ചു. ഇപ്പോൾ ടീ ഫാക്ടറിയുടെ മുന്നിലാണ്. ഇവിടുത്തെ സൂപ്പർ സ്ഥലങ്ങൾ കണ്ടിട്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് KSRTCയുടെ ഡബിൾ ബസ്.
പറഞ്ഞത് ഇതാണെന്റെ 2 നായ്ക്കളെ അപ്പൊ അച്ഛനുണ്ട് ഏതാണ് അൽസേഷനാണോ റിയാദാണ് 2 നായ്ക്കളെ കിട്ടണം വിചാരിച്ച് നിൽക്കുകയാണ് നല്ല ഇനത്തിനാണ് സോക്കർക്ക പറഞ്ഞ മക്കളെ കാര്യമാണ് ഇതിലാണെങ്കിൽ 2 നായ്ക്കളെ പണിക്ക് പോവില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ നാട്ടിലോട്ട് റിട്ടേൺ പോവാണ് അല്ലേ ഖുർഹാനെ? എങ്ങനെ സൂപ്പറായില്ല? ഇഷ്ടപ്പെട്ടില്ല നമുക്ക്? ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാനേ.